കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം ഫിസിക്കൽ ആക്ടിവിറ്റീസുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അന്വേഷിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത ദിവസമേ രണ്ട് പാരൻസ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസാണ്. അവർ പറഞ്ഞൊരു വിഷയം വളരെ ഗൗരവമുള്ളതാണ്, പക്ഷെ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം. അവരുടെ കുട്ടികൾക്ക് എന്നും അസുഖങ്ങളാണ്. അസുഖങ്ങൾ ഒഴിഞ്ഞിട്ടുള്ള ഒരു നേരമില്ല. അസുഖം വരുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് കഴിക്കുന്നു, അസുഖം മാറുന്നു. സ്വാഭാവികമാണ്, നമ്മുടെ കുട്ടികൾക്കും വരാറുള്ളതാണ്. പക്ഷേ ഇവരുടെ കാര്യത്തിലുള്ള വ്യത്യാസം ഇത് റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കുക, നിരന്തരം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. കുട്ടികളും പാരൻസും വല്ലാത്തൊരവസ്ഥയിലെത്തി, മാനസികമായിട്ട് വല്ലാതെ തളർന്നവർ. ആ സമയത്തുണ്ടായ ഒരു PTA മീറ്റിങ്ങിൽ വെച്ചിട്ട് ഈ കുട്ടികളുടെ പാരൻസ് തമ്മിൽ ഈ വിഷയം സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഈ പാരൻസ് രണ്ടു കുട്ടികളും ഇതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഡിസ്കഷനിൽ നിന്ന് അവർ കുട്ടികളെ ക്ലോസ്ലി വാച്ച് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലെത്തി. കുട്ടികളെ കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത്. ആ കുട്ടികൾക്ക് 1.5 വർഷമായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ല. ഫിസിക്കൽ ആക്ടിവിറ്റീസ് 0 ആണ്. ശരീരത്തിന് മിനിമം കിട്ടേണ്ട വ്യായാമം പോലും കുട്ടികൾക്ക് കിട്ടുന്നില്ല. എന്താ സംഭവം എന്ന് അറിയണ്ടേ? കുട്ടികൾ സ്കൂളിൽ പോകുന്നു, ട്യൂഷന് പോകുന്നു, വീട്ടിൽ വന്നിരുന്ന് കളിക്കുന്നു. വീട്ടിൽ വന്നിരുന്ന് കളിക്കുന്ന കളികൾ എന്തൊക്കെയാണ്? പടം വരയ്ക്കുന്നു, പാട്ട് പാടുന്നു, എഴുതുന്നു, വായിക്കുന്നു, TV കാണുന്നു, മൊബൈൽ കാണുന്നു. ഇത്തരം ആക്ടിവിറ്റീസ് ഉണ്ട്. പാരൻസ് നോക്കുമ്പോൾ കുട്ടികൾ കളിക്കുകയാണ്. പക്ഷേ എന്തുണ്ടാവുന്നത്? അവർക്ക് ശരീരത്തിന് വ്യായാമം കിട്ടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല, കളികളൊന്നുമില്ല. വീട്ടിൽ ഇതാണ് അവസ്ഥ. സ്കൂളിലെ അവസ്ഥ എന്താ? ഇവരുടെ സ്കൂളിൽ PT പീരീഡിന് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്ത് അത് തുടരുന്ന രീതിയാണുള്ളത്. സുംബ, കരാട്ടെ, യോഗ, സ്കേറ്റിംഗ്, ക്രാഫ്റ്റ്, ഇങ്ങനെയുള്ള പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ കുട്ടികൾ രണ്ടുപേരും ക്രാഫ്റ്റ് ചെയ്യാൻ നല്ല മിടുക്കുള്ള കുട്ടികളാണ്. അവരെന്ത് സെലക്ട് ചെയ്തു? അവർ ക്രാഫ്റ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ സ്കൂളിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാതായി. അങ്ങനെ വന്നപ്പോൾ കുറേ അധികം നാള് യാതൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാത്ത കാരണം അവരുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വന്നു. ശരീരത്തിന് മിനിമം കിട്ടേണ്ട ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലും കിട്ടാതായപ്പോൾ ശരീരം ആണിൻ തരുന്നതാണ് ഈ അസുഖങ്ങൾ. ഇപ്പോൾ കുട്ടികൾ പാരൻസിൻ്റെ ഒപ്പം വീട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ തുടങ്ങി, സ്കൂളിൽ ഫുട്ബോളിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പോൾ അവർ സന്തോഷമാണ്, ഇപ്പോൾ അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാറില്ല. കുട്ടികൾ കളിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ. ആ കളി അവർക്ക് ഫിസിക്കലി ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ, ഫിസിക്കലി ഇമ്പാക്റ്റ്ഫുൾ ആകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾക്ക് ഉണ്ടാവാനിടയുള്ള ഈ ഒരു 5 കാര്യങ്ങൾ പാരൻസും ടീച്ചേഴ്സും ഒന്ന് ശ്രദ്ധിക്കുക. ഫ്രീക്വൻറ്റ് ടയേർഡ്നെസ് ആൻഡ് ലോ സ്റ്റാമിന. കുട്ടികൾ പെട്ടെന്ന് ടയേർഡ് ആവുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ രാവിലെ വരുമ്പോൾ തന്നെ എക്സോസ്റ്റഡ് ആണോ എന്നുള്ളതും നമ്മളൊന്ന് നോക്കണം. രണ്ടാമത്തേത് ബോഡി പെയിൻ. കുട്ടികൾ നിരന്തരം കൈവേദന, കാലുവേദന, പുറം വേദന, കഴുത്ത് വേദന, ഇങ്ങനെ വേദനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. മൂന്നാമത്തെ റാപ്പിഡ് വെയിറ്റ് ചേഞ്ചസ്. കുട്ടികളിൽ അസ്വാഭാവികമായിട്ട് വെയിറ്റ് കൂടുന്നതും കുറയുന്നതും ശ്രദ്ധിക്കണം. രണ്ടും ഒരുപോലെ പ്രശ്നമാണ്. ഡിഫിക്കൽറ്റി കോൺസെൻട്രേറ്റിംഗ് ഇൻ ക്ലാസ്. കുട്ടികൾ ക്ലാസ്സിൽ റെസ്റ്റ്ലെസ് ആയി ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ട്, ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ മുൻപ് ഉണ്ടായിരുന്ന ആ താല്പര്യം, പഠിക്കാനുള്ള താല്പര്യം കുറയുന്നുണ്ടോ എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഷിഫ്റ്റ്. കുട്ടികൾ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാം. കുട്ടികളിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ അവർ മുൻപ് ഉണ്ടായിരുന്ന അത്ര ആക്റ്റീവ് അല്ലാതെ ആവുന്നു, അവർ ഒന്നും ഉൾവലിഞ്ഞ് നിൽക്കുന്നു. ഇത്തരത്തിലുള്ള മാറ്റങ്ങളും കൂടി ശ്രദ്ധിക്കണം. ഇത്തരം മാറ്റങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സും പാരൻസും ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ മാറ്റങ്ങൾക്ക് കാരണം ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുന്നതാകാൻ വളരെയധികം സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ പാരൻസ് ഉണ്ടല്ലോ, അവർ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്നവരാണ് കേട്ടോ. നമ്മുടെ കുട്ടികളുടെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലും കൂടി നമുക്ക് കുറച്ച് ശ്രദ്ധ ഉണ്ടാവാം. കാണാം.